പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി തന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കുവാൻ തക്കവണ്ണം ഒരു വേദവചനം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91 അധ്യായം അതിൻ്റെ 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. വചനം വായിച്ച് ഈ വചനം നമുക്ക് സുപരിചിതമാണ്, അറിയാവുന്ന വചനമാണ്. പ്രത്യേകിച്ച് 91 സങ്കീർത്തനം മിക്കവർക്കും കാണാതറിയാം. അതിനകത്ത് ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കുകയില്ല, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പേടിപ്പാനില്ല. ഇങ്ങനെ പറയുന്ന 16 പ്രോമിസുകൾ, അതിനകത്ത് 16 പ്രോമിസുകളും അതിൻ്റെ ഉപപിരിവുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് സാധാരണ രാത്രിയിലൊക്കെ വായിച്ചിട്ട് കിടക്കുന്നുറങ്ങുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ഒത്തിരി പ്രാധാന്യതയുമുണ്ട്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ഇത് രണ്ടെണ്ണം വിട്ട് കളഞ്ഞിട്ടാണ് മിക്കവരും വായിക്കുന്നത്. ഇതിനകത്ത് പ്രോമിസുകളെല്ലാം ഉണ്ട്. അവൻ എനിക്ക് പരിചയമാകുന്നു, കോട്ടയാകുന്നു, സങ്കേതമാകുന്നു, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഉച്ചരിക്കുന്ന നശിപ്പിക്കുന്ന സംഹാരത്തെയും ഒന്നും പേടിപ്പാനില്ല. ഒരു 1000 പേർ നിന്റെ വലതുവശത്ത് 10,000 പേർ നിന്റെ വലതുവശത്ത് വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല, നീ അത് കണ്ട് സന്തോഷിക്കും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളി. ഇങ്ങനെ പറയുന്ന പ്രോമിസുകൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 16 പ്രോമിസുകളും അതിൻ്റെ ഉപപിരിവുകളും ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിൻ്റെ ആദ്യത്തെ വാക്യം, ഒന്നാമത്തെ വാക്യം പറയുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനാണ് യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നു പറയും. ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി പ്രോമിസുകൾ അതിന് വാല്യൂ ഉള്ളൂ. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുക. അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ പറ്റുന്നുണ്ടോ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരുവന് മാത്രമേ ഈ പ്രോമിസിന് വാലിഡിറ്റി ഉള്ളൂ, ഈ പ്രോമിസിന് വില കൽപ്പിക്കാൻ കഴിയുള്ളൂ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവനാണ് പറയുന്നത്. അവനെ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന പറയും, അവനാണ് ഈ പ്രോമിസ് എല്ലാം ഉള്ളത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വിസിറ്റ് ചെയ്യുക എന്നല്ല എഴുതിയിരിക്കുന്നത്, വന്നു പോവുക എന്നല്ല, പാർക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ വസിക്കുകയും. ഇവിടെ ഇപ്പോ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, വിദേശത്താണ് താമസിക്കുന്ന എവിടെയാണ്? വിദേശ രാജ്യങ്ങളിലാണ്. ദുബായിലോ കുവൈറ്റിലോ സലാലയിലോ മസ്കറ്റിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഈ പറയുന്ന സൗദിയിലോ ഒക്കെ ആയിരിക്കാം. ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ വീട് എവിടാന്ന് ചോദിച്ചാൽ സലാല എന്നോ മസ്കറ്റ് എന്നോ കുവൈറ്റ് എന്നോ സൗദി എന്നോ പറയില്ല ആരും. അവിടെ നല്ല ഫ്ലാറ്റ് ഉണ്ടാകാം, പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. അവരുടെ വീട് ചോദിച്ചാൽ അവർ നാട്ടില് കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം പറയും, അവിടെ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയും. അവരുടെ അഡ്രസ്സ് ഉണ്ടാകും, ആധാർ കാർഡ് ഉണ്ടാകും, പെർമനന്റ് അഡ്രസ്സ്, പെർമനന്റ് റെസിഡൻസി, പെർമനന്റ് അഡ്രസ്സ് അവിടെ ഉണ്ടാകും, പാസ്പോർട്ട് ആ നമ്പറിലായിരിക്കും കാര്യം. അപ്പോൾ ഒരു ചോദ്യം, വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിൽ 330 ദിവസവും അല്ലെങ്കിൽ 300 ദിവസവും ഇവിടെ ഈ വിദേശത്തുള്ള രാജ്യത്താണ് താമസിക്കുന്നത്, ആ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ട് സ്വന്തം വീട് ചോദിക്കുമ്പോൾ 30 ദിവസമോ അതോ 10, 25, 30 ദിവസം താമസിക്കുന്ന നാടിനെ കുറിച്ച് എന്താ പറയുന്നത് ചോദിച്ചാൽ അവര് പറയും, ഇത് ടെമ്പററിയാ, ഇത് താൽക്കാലികമാ, ഇത് ജീവസന്ധാരണത്തിന് വേണ്ടി കടൽ കടന്നു വന്ന ഒരു മാർഗം മാത്രമാണ്. ഇത് ടെമ്പററിയാ, താൽക്കാലികമായി. ഈ വീടും ഈ ഫ്ലാറ്റും ഈ ജോലിയും ഈ വാഹനം എല്ലാം താൽക്കാലികമാ. എൻ്റെ വീടെന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം എന്ന് പറയുന്നത്, അത് ഞാൻ ഉണ്ടാക്കിയ വീടുണ്ട്, ഞാൻ വില കൊടുത്തു വാങ്ങിയതുണ്ട്, അതുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട്, ആ വീടുമായിട്ടൊരു വൈകാരിക ബന്ധമുണ്ട്. ഇതാ അത്യുന്നതന്റെ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതോ അല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ആ ടൈം അല്ല കുഞ്ഞെ. ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും, ഏത് ലോകത്ത് ഡ്യൂട്ടിയിലായിരുന്നാലും, യാത്രയിലായിരുന്നാലും, ഉയരത്തിൽ ഫ്ലൈറ്റിൽ പറക്കുകയായിരുന്നാലും, അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ അന്തർവാഹിനി യാത്ര ചെയ്യുകയാണെങ്കിലും, സമുദ്രത്തിൽ കൂടെ കപ്പലിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഇനിയും ഒരു ട്രെയിനിലോ ബസ്സിലോ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും, ഏത് ഉയരത്തിൽ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിലും, വേൾഡ് ട്രേഡ് സെന്ററിലോ ബുർജ് ഖലീഫയിലോ ജോലിക്ക് ഇരിക്കുകയാണെങ്കിലും, ഇവിടെ ബോധ്യമുണ്ടാകണം, നമ്മൾ അതേ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും. ആ വീട് എവിടെയാണെന്ന്, ആ ബന്ധം എവിടെയാണെന്ന്, ആ ആത്മബന്ധം എവിടെയാണെന്ന് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാണ്. അതാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. പിന്നെ ഒരു വാക്ക് താഴെ എഴുതിയിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ വായിച്ച വാക്കിലേക്ക്, അതിൽ അവസാനത്തെ വാക്ക് അതിലും ഇമ്പോർട്ടൻ്റാ.
ഈ കർത്താവ് വിടുവിക്കും, കർത്താവ് കൂടിരിക്കും, കർത്താവ് കൂടെ നടക്കും. ആരുടെ കൂടെയാണെന്നറിയാമോ? അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഈ രണ്ട് കാര്യങ്ങൾ വിട്ടുകളയാൻ പാടില്ല. അവൻ എന്നോട് പറ്റിയിരിക്കാൻ. ഒരു 4 വയസ്സുള്ള കുഞ്ഞ് അപ്പനെ കണ്ടാൽ മാറത്ത് ചേർന്നിരിക്കും, അല്ലെങ്കിൽ തോളി കയറിയിരിക്കും. ഒരു 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 ആൾക്കൂട്ടത്തിനകത്ത് 1000 പേര് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിലും ഈ കൊച്ചു പരതുന്നത് ഒരേ കണ്ണിനെ, തൻ്റെ അമ്മയോ തൻ്റെ അപ്പനെയോ. കാരണം അവന്റെ ഹൃദയം അവന്റെ അപ്പനോടും അമ്മയോടും പറ്റിയിരിക്കുക. അവന് ചെറിയ പ്രായമാണ്. അവന് കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എന്തും മേടിച്ചു കൊടുക്കാൻ ആളുണ്ട്, വലിയപ്പച്ചനും വല്യമ്മയുണ്ട്. പക്ഷേ അവന്റെ കണ്ണ് പരതുന്നത് 1000 പേരുടെ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവന്റെ കണ്ണ് പരതുന്നത് അവന്റെ അപ്പന്റെ അമ്മയുടെ അടുക്കലേക്കാണ്. ഇനി അപ്പനെ അമ്മയും കിട്ടിയാൽ ഒരു 15 മിനിറ്റ് നേരം അപ്പനെ അമ്മയും കാണാതിരുന്നിട്ട് ജനക്കൂട്ടത്തിൽ കൂടെ പരന്ന് കണ്ണ് കലങ്ങിയിരിക്കുന്ന കൊഞ്ചു വിട്ടുമാറത്തില്ല. അപ്പന്റെ മാറോട് ചേർത്തിരുന്ന, അമ്മയുടെ തോളോട് ചേർന്നിരുന്ന, അമ്മയുടെ ഒക്കത്തുരുതാൻ ഇല്ല ഞാൻ വരത്തില്ല. ആൾക്കൂട്ടവും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആണെങ്കിലും വീട്ടിൽ ചെല്ലാതെ ഈ കുഞ്ഞൊക്കത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ കുഞ്ഞ് അതിന് കാര്യം എന്താണെന്നറിയോ? അവനറിയാം, അപ്പനെ അറിയാം, അവൻ അമ്മയെ അറിയാം, അവനെന്നോട് പറ്റിയിരിക്കാൻ. പുസ്തകത്തിൽ ഒരാളെ കാണാം, എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുണ്ട്, അവനോട് പറ്റിച്ചേർന്നിരിക്കുക. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരു അപ്പനും മകനുമായിട്ടുള്ള ഇമോഷണൽ റിലേഷൻഷിപ്പ് പോലെ, വൈകാരിക ബന്ധം പോലെ, ദൈവം തമ്പുരാനുമായിട്ടുള്ള ആത്മബന്ധം അതാ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തി. രണ്ടാമത്തെ ഒരു കാര്യമാണ് നാമത്തെ അറിയിക്കാൻ. കർത്താവിന്റെ നാമത്തെ അറിയണം. നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ യേശു എന്ന് അറിയുക എന്നല്ല, ദൈവം എന്നറിയുക എന്നല്ല. ഒരു നാമത്തെ അറിയണമെങ്കിൽ, ഇപ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരുത്തരോട് ചോദിച്ചു, നീ എവിടുത്തെയാ കുഞ്ഞേ? അവൻ പറഞ്ഞു, അവന്റെ കുരിശടി മൂടില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ മോനാ. അപ്പൊ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഈ കൊച്ചനെ അറിയത്തില്ല, പക്ഷെ അവന്റെ അപ്പനെയും അപ്പന്റെ വീട്ടുപേര് അറിയാം. അവൻ ഇന്ന സ്ഥലത്തെ ആളുടെ മകനാണെന്ന് പറയുമ്പോൾ അവനെ കുറിച്ച്, ആ അപ്പനെ കുറിച്ച് നാട്ടിലൊരു പേരുണ്ട്. ഇവൻ അറിയാവും, ഈ കൊച്ചൻ അറിയാവുന്നത് മറ്റു നാട്ടുകാരെയല്ല, കൊച്ചൻ അറിയാവുന്ന അപ്പന്റെ വീട്ടുപേര്, അപ്പന്റെ നാമം അറിയാവുന്നത്. ഈ അപ്പനെ അറിയാം, അപ്പന്റെ നാമം അറിയാം, അപ്പന്റെ വീട്ടുപേരും അറിയാമെങ്കിൽ മതി. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഒരു അഭിമാനത്തോടെ, ഞാൻ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനാ. ഈ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ മകനാണെന്ന് നീ തിരിച്ചറിയണം. അലക്സാണ്ടർ ചക്രവർത്തിയോട് ഒരിക്കല് ഫിലിപ്പ് രാജാവ്, അപ്പൻ രാജാവ് പറഞ്ഞു, നീ ഈ തെരുവൂട്ടികളിലൂടെ കളിക്കാൻ പോകാൻ പാടില്ല. ചോദിച്ചു, അതിന്റെ കാരണം എന്താ? നീ ആരുടെ മകനാണെന്ന് നീ അറിയണം. പൊക്കോ, കുഴപ്പമില്ല, പക്ഷെ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, നീ ആരുടെ മകനാണ്, നീ ആരാകാനുള്ളവനാണ്, എന്നിട്ട് നീ പൊക്കോ. അവൻ ചിന്തിച്ചു, ആരുടെ മകനാ? ഫിലിപ്പ് രാജാവിന്റെ മകനാ. ആരാകാനുള്ളവനാ? മഹാരാജാവ് ആകാനുള്ളവനാ. അവൻ ഇന്നത്തെ തെരുവ് ആ കുട്ടികളിലൂടെ കളിക്കാനുള്ളവനല്ല. അവൻ തിരിച്ചറിഞ്ഞു, പിന്നെ പോയിട്ടില്ല എന്നാ പറയുന്നത്, ചരിത്രം പറയുന്നത്. ഇത് അവന്റെ നാമത്തെ അറിയണം. അവന്റെ നാമത്തെ അറിയണം, അവന്റെ നാമത്തെ അറിയണം. 2 വാക്കുകൾ പറയുക, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് ഈ പ്രഭാതത്തിൽ പറ്റിച്ചേർന്നിരിക്കുവാനും നാമത്തെ അറിയുവാനും ദൈവമായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അങ്ങനെ തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി, നിവർത്തിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ എല്ലായ്പ്പോഴും വസിക്കാൻ, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കാൻ സ്വർഗം ഞങ്ങൾക്ക് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവബോധത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.